ഗൈസ് പോത്തിന് തവിട് കൊടുക്കുന്നത്. എന്താ നമ്മളുടെ പോത്തിന് മേലെ ഫുൾ ചളിയാണ്. ഇവിടെ ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഇവർ ചളിയിലൊക്കെ പോയി കിടന്നിട്ട് ഫുൾ ചളിയാണ്. അതാണ് ഒരാൾ അതാണ് നമ്മുടെ ചെണ്ടൻ. അവൻ്റെ ഇതിലൊക്കെ ചളിയായിട്ട് അറിയണില്ല. ഇതിൻ്റെ പിന്നാണ്ടായിരുന്നു പറയുന്നത്. അവനാണ് ഇതിലൊക്കെ കൊണ്ടുപോയി തലയിടുക. ഇതിന് മുമ്പ് ഗോതമ്പ് തവിട കൂടുതൽ കൊടുത്തത്. ഇപ്പോൾ കുറച്ചിട്ട് നെല്ല് തവിടാക്കിയിട്ടുണ്ട്. എനിക്ക് ഗോതമ്പ് തവിടാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഞങ്ങൾ നെല്ല് തവിടാണ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നെല്ല് തവിട് വലിയ ഇഷ്ടമല്ലാണ്ട് ഇവർ കഴിക്കുമ്പോൾ ഇവിടെയൊക്കെ ആക്കിയിട്ട് മഴയും ചളിയായിട്ടാണ്. നമ്മൾ പുറത്ത് വെച്ച് കൊടുത്തിട്ട് തൊഴുത്തിൽ കെട്ടിയിടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തൊഴുത്തിൽ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൊഴുത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴി കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമുക്കൊരു ഫുള്ള് തവിടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കെട്ടിയിടുള്ളൂ. പിന്നെ ഫുൾ മേലൊക്കെ വലിയ ചളിയാണ്. കണ്ടോ, പകുതിയും നിലത്താണ് പോകുന്നത്. എൻ്റെ ചെരുപ്പിനെ കഴിക്കുന്നത്. ഞാനപ്പോൾ അവർക്ക് കൊടുക്കണത് അതെ, പകുതി നിലത്താണ് കളഞ്ഞിരിക്കുന്നത്. ഇവർക്ക് നെല്ലിത്തവിടിൻ്റെ അടുത്ത് വലിയ താല്പര്യമില്ല. പക്ഷേ നെല്ലിത്തവിട് തിന്നണത് നല്ലതാണ്, പോത്തുകൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നെല്ലിത്തവിട് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതും കൂടെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ അത് നെല്ലിത്തവിടും കടലപ്പിണ്ണാക്കും കൂടെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ നെല്ലിത്തവിട് കുതിർക്കാണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ അത് ഒരുമാതിരി തരിതരിപ്പാണ്. അതുകൊണ്ട് അവർക്ക് തിന്നാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് തിന്നാൻ നല്ലതാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പോത്തുകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് എങ്ങനെ കലക്കണം എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോയിൽ ചെയ്യാം. നമ്മളുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവൻ്റെ കഴിയാറാണ്. പകുതി ഇവൻ അത്ര കളഞ്ഞിട്ടില്ല. അവരാണ് ഏറ്റവും കൂടുതൽ കളഞ്ഞിരിക്കുന്നത്.